കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ. മഞ്ഞുകാലമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് മൂക്കടപ്പ്, തുമ്മൽ, ജലദോഷം മുതലായത്. അപ്പോൾ ഇന്ന് അലർജിക് രോഗങ്ങളായിട്ടുള്ള മൂക്കടപ്പും തുമ്മലും ഒക്കെ എങ്ങനെയാണ് മാറ്റാൻ നോക്കാം. അപ്പം ഈ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അലർജിയുടെ രോഗങ്ങളൊക്കെ ഉണ്ടായി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും പൊടിയും പുകയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അലർജി പ്രശ്നങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും മൂക്കടപ്പുണ്ടാകുക, ശ്വാസം മുട്ട് വരിക, കണ്ണ് ചുമക്കുക, കണ്ണ് ചൊറിച്ചിൽ, ശ്വാസതടസ്സം, തുമ്മൽ ഇവയൊക്കെയാണ്. അലർജിക് രോഗങ്ങൾ പലതരത്തിൽ വരാം. അത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് അലർജി പോലെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഫുഡ് അലർജി പോലെ വന്നിട്ട് സ്കിൻ റാഷസ് ഒക്കെ വരികയോ അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരികയോ അങ്ങനെ ഫുഡ് അലർജി ആയിട്ട് വരാം. അല്ലാതെ ഈ പൊടി പുക അങ്ങനത്തെ സാധനങ്ങളുടെ അലർജിയൊക്കെ ആയിട്ട് ശ്വാസ തടസ്സമൊക്കെ വന്നിട്ട് നമുക്കുള്ള ശ്വാസകോശത്തിന് വരുന്ന അലർജി പോലത്തെ അസുഖങ്ങൾ വരാം. അങ്ങനെ പലതരത്തിലുള്ള അലർജികളുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത് നമുക്ക് ശ്വാസം മുട്ടും മൂക്കടപ്പും മൂക്കൊലിപ്പൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള അലർജിക് രോഗങ്ങളെക്കുറിച്ചാണ്. അത് പ്രധാനമായിട്ട് നമുക്ക് അലർജി എന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിന് പുറത്ത് കാണുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ എല്ലാവർക്കും പൊടി അടിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് മാത്രമാണ് പൊടിയോ പുകയോ ഒക്കെ അടിക്കുമ്പോൾ എന്തെങ്കിലും ശ്വാസം മുട്ടോ മൂക്കടപ്പോ ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്കുള്ള പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള മറ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ബാഹ്യ ഘടകങ്ങളോ ഒക്കെ ആയിട്ടുണ്ടാകുന്ന കൂടുതലായിട്ട് വരുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഈ അലർജി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കിനും മിക്കവർക്കും തന്നെ മൂക്കടപ്പും മൂക്കൊലിപ്പും തുമ്മലും ഒക്കെയാണ്. അവയൊക്കെ തന്നെ നമുക്കൊരു അലർജിക് രോഗമായിട്ട് പറയാം. കാരണം തണുപ്പിനോടോ അല്ലെങ്കിൽ പൊടിയോടോ ഒക്കെ ഉള്ള അലർജി മൂലമാണ് ഈ സമയത്ത് ഈ ഒരു പ്രശ്നം കൂടുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തുമ്മൽ എന്ന് പറയുന്നത്. അപ്പോൾ അവ മാറ്റാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തണുപ്പ് ഏൽക്കുന്നതും പൊടി ഏൽക്കുന്നതും ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അലർജി കൂടുതലായിട്ടും വരുന്നത് പൊടിയിൽ നിന്നും പുകയിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെയാണ്. അപ്പം നമുക്ക് പൊടി അടിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കും. അപ്പം വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മൂക്കിൽ കവർ ചെയ്ത് എന്തെങ്കിലും സ്കാർഫ് കെട്ടുകയോ അല്ലെങ്കിൽ മാസ്ക് വയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ വീട്ടിലൊക്കെ പൊടിയൊക്കെ അടിക്കുമ്പോൾ എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മുഖത്ത് എന്തെങ്കിലും മാസ്ക് കെട്ടിയിട്ടോ അല്ലെങ്കിൽ തുണിയൊക്കെ കെട്ടിയിട്ടായിരിക്കണം പൊടി അടിക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് കഴിവതും കാർപ്പറ്റൊന്നും ഇടാതിരിക്കുക. കാര്യം കാർപ്പറ്റിലൊക്കെ ഒരുപാട് പൊടി കയറിയിരുന്നിട്ട് അത് നമുക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും അതൊക്കെ ഈ അലർജിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒത്തിരി പേർക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ രോമങ്ങളും പൊടിയൊക്കെ നിന്നിട്ട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു കാരണവശാലും ബുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ അടുക്കി വയ്ക്കാതിരിക്കുക. കാര്യം അവയിലൊക്കെ ഒരുപാട് പൊടി കയറി ഇരുന്നിട്ട് നമുക്ക് ഈ അലർജിയുടെ പ്രശ്നം സ്ഥിരമായിട്ട് വരുത്തുന്നതായിരിക്കും. അപ്പം ജനലൊക്കെ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം പുറത്തൊക്കെ പൂമ്പൊടിയൊക്കെ പോളൻസൊക്കെ ഒരുപാടുള്ള ചെടികളൊക്കെ നിൽക്കുകയാണ് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും ആ ജനൽ തുറന്നിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ ജനൽ തുറക്കാതിരിക്കുകയേ ചെയ്യരുത്. കാര്യം എപ്പോഴായാലും ഒരു നല്ലൊരു സൂര്യപ്രകാശം നമ്മളുടെ റൂമുകളിലെല്ലാം കയറ്റേണ്ടത് അത്യാവശ്യമാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പൊടിയൊക്കെ ഉള്ള സ്ഥലത്ത് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയും കൂടി കാണപ്പെടും. നമുക്കത് കാണാൻ പറ്റില്ല, സൂക്ഷ്മമായിട്ടുള്ളൊരു ജീവിയാണ്. എന്നാൽ ഈ ജീവി നമുക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങളും ആസ്മയുടെ കംപ്ലയിൻസും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ഡസ്റ്റ് മൈറ്റ്സ് ചാവാനായിട്ട് എപ്പോഴും നല്ല സൂര്യപ്രകാശം അകത്തേക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ദിവസവും നല്ല സൂര്യപ്രകാശം ഒരു കുറച്ച് നേരമെങ്കിലും ജനലൊക്കെ തുറന്നിട്ടിട്ട് നന്നായിട്ട് അകത്ത് കയറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കിടക്ക് വിരിയും തലങ്ങണിയൊക്കെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നീട് മെത്തയിലൊക്കെ ഒരുപാട് പൊടിയൊക്കെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ തട്ടിക്കളഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് വെയിലത്തൊക്കെ ഇടുകയും നന്നായിട്ട് തട്ടിക്കുളഞ്ഞ് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുക. പിന്നെ പഴയ കാലത്തൊക്കെ ഉള്ള എല്ലാ വീട്ടിലുകളുടെ സോഫ എന്നൊക്കെ പറയുമ്പോൾ വെൽവെറ്റ് തുണി കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അപ്പം ഈ വെൽവെറ്റ് തുണിക്ക് അതൊക്കെ ഒരുപാട് പൊടി കയറിയിരിക്കും. അപ്പോൾ അതുമൊക്കെ ഈ സ്ഥിരമായിട്ട് ഈ കൊച്ചുകുട്ടികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ഈ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ കുളിച്ച ഉടനെ വെയിലത്ത് പോകുക എന്നുള്ളതാണ്. അതുപോലെ വെയിലത്ത് പോയിട്ട് വന്ന ഉടനെ തന്നെ കുളിക്കുക, അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ഒരുപാട് തണുപ്പ് ഏൽക്കുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് തണുപ്പ് ഏൽക്കുക, ഒരുപാട് സമയം തന്നെ AC-യിലിരിക്കുക. ഇവയൊക്കെ തന്നെ ഈ അലർജിയുടെ പ്രശ്നങ്ങൾ കൂട്ടാറുണ്ട്. പിന്നെ ചില തരത്തിലുള്ള ആഹാരങ്ങളും നമ്മളുടെ ഈ അലർജി പ്രശ്നങ്ങൾ കൂട്ടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറഞ്ഞാൽ ഒന്ന് പാലാണ്. അപ്പം സ്ഥിരമായിട്ട് മൂക്കടപ്പിൻ്റെ പ്രശ്നങ്ങൾ, കഫക്കെട്ട്, ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിവതും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ മോര് കഴിക്കാവുന്നതാണ്. തൈരും
പാലും വെണ്ണയും ഒക്കെ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫുഡ് അലർജി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു ഫുഡെന്ന് പറയുന്നത് നട്ട്സാണ്. നട്ട്സും അതുപോലെ മുട്ട ഇവയൊക്കെയാണ് അലർജി ഉണ്ടാക്കുന്നത്. അപ്പം അതുപോലെ ചിലരിൽ കൊഞ്ചും അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞ ഫുഡൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പിന്നെ പ്രധാനമായിട്ടും നമുക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഉപയോഗിക്കുന്ന ചില കെമിക്കലുകളാണ്. ഇപ്പോൾ ചില തരത്തിലുള്ള ഫേസ് പൗഡേഴ്സ്, ചില തരത്തിലുള്ള ക്രീമുകൾ, തലയിൽ ഉപയോഗിക്കുന്ന ഡൈ, ഇവയൊക്കെ തന്നെ ചിലർക്ക് അലർജി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലരാണെങ്കിൽ മുടി ഡൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും സ്ഥിരമായിട്ട് പിന്നെ മൂക്കുളപ്പും തുമ്മലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് കാരണമാണ് അവർക്ക് അലർജി ആയിട്ട് പുതിയതായിട്ട് എന്ത് കാര്യം ചെയ്തപ്പോഴാണ് അവർക്ക് അലർജി പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിവതും അവയൊക്കെ തന്നെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് തലയിൽ നല്ല എന്തെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നീർപ്പിടുത്തമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തുളസിയിലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി തേക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജലദോഷത്തിൻ്റെ പ്രശ്നമൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതൊക്കെ മാറുന്നതായിരിക്കും. അപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഈ തുമ്മലിൻ്റെയും മൂക്കടപ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നല്ല ഏതെങ്കിലും എണ്ണ തലയിൽ തേക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഓരോ കണ്ടീഷൻ അനുസരിച്ച് പലതരത്തിലുള്ള എണ്ണകൾ നമുക്ക് തലയിൽ തേക്കാൻ കിട്ടുന്നതാണ്. തുളസി, തുളസാദിക്കേരം, അതുപോലത്തെ നീർപ്പിടുത്തത്തിനെയൊക്കെ മാറ്റുന്ന രീതിയിലുള്ള, നീർപ്പിടുത്തമൊക്കെ ഉണ്ടാകുന്ന ഫുള്ളായിട്ട് മാറ്റുന്ന രീതിയിലുള്ള നമുക്ക് എണ്ണകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് തലയിൽ തേക്കുന്ന എണ്ണയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ സ്ഥിരമായിട്ട് ഈ അലർജിയുടെ പ്രശ്നങ്ങളും മൂക്കൊലിപ്പിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഈസ്നോഫിൽസ് കൂടുതലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ അലർജി പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് IgE എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈസ്നോഫിൽസ് അങ്ങനത്തെ സാധനമൊക്കെ കൂടുതലാണെങ്കിലും നമുക്ക് ആയുർവേദം മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയും ഭയങ്കര കുറവായിരിക്കും, ഇമ്മ്യൂണിറ്റി പവറും നല്ല കുറവായിരിക്കും. അപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആഹാരങ്ങളും നമ്മൾ കഴിക്കണം. അതിനൊപ്പം തന്നെ മരുന്നുകളും കഴിക്കണം. അപ്പം രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മൾ ഏറ്റവും കഴിക്കേണ്ട ഫുഡെന്ന് പറയുമ്പം പയറുവർഗ്ഗങ്ങളൊക്കെയാണ്. പയറുവർഗ്ഗങ്ങളും വെജിറ്റബിൾസ് ഇലവർഗ്ഗങ്ങളുമാണ്. അപ്പം പയറുവർഗ്ഗം ദിവസവും മുളപ്പിച്ച പയറും അല്ലെങ്കിൽ കടലയോ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങളൊക്കെ ദിവസവും കഴിക്കുക. ഇലക്കറികളും അലർജി ഇല്ലാത്തവരാണെങ്കിൽ മുട്ടയും മറ്റ് മീറ്റും ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ എല്ലാ ദിവസവും മീൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും പയറുവർഗ്ഗങ്ങളും അങ്ങനത്തെ ആഹാരങ്ങളും ഒക്കെ കഴിക്കുക. ഇവയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ തുമ്മലിൻ്റെയും മൂക്കൊലിപ്പിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യോജിച്ച കഷായങ്ങൾ ഏതെങ്കിലും ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതിൽ പ്രധാനപ്പെട്ടവയാണ് ദശമൂല കടത്രയം കഷായവും ദശമൂല ഷഡ്യാദി കഷായവും ഒക്കെ. അതൊക്കെ ഏത് കണ്ടീഷനാണെന്ന് അനുസരിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ തീരെ കുറഞ്ഞ കുട്ടികളും മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ദുകാന്തം കഷായമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ ഇന്ദുകാന്തം ഘൃതമൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരത്തിൽ മഞ്ഞളിൻ്റെ അംശവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കൂട്ടുക എന്നുള്ളതാണ്. അവയൊക്കെ തന്നെ നമ്മൾ അലർജീനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ചൂട് പാലിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു മഞ്ഞുകാലത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടമാണ് ആടലോടകത്തിൻ്റെ ഇലയും തുളസി ഇലയും കരിനൊച്ചി ഇലയും പനിക്കൂർക്കയുടെ ഇലയും കൂടെ വാട്ടിയിട്ട് അതിൻ്റെ നീരെടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ കഴിക്കുക. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മഞ്ഞ് കാലത്തൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാത്ത കാലത്തൊക്കെ കഴിക്കുകയാണെങ്കിലും ഈ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പം പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് മഞ്ഞൾ ചേർന്നിട്ടുള്ള രീതിയിലുള്ള നിശാചൂർണം എന്ന് അറിയപ്പെടുന്ന ഒരു മരുന്നുണ്ട്. അതുമൊക്കെ തന്നെ സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അലർജി പ്രശ്നമൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പം ഈസ്നോഫിൽസൊക്കെ ഒരുപാട് കൂടിയിട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹരിദ്ര കാണ്ഡമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തും മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മരുന്നാണ്. അവയൊക്കെ തന്നെ ഈ അലർജിയുടെയും മൂക്കൊലിപ്പിൻ്റെയും തുമ്മലിൻ്റെയൊക്കെ പ്രശ്നം മാറ്റാനായിട്ട് നല്ലതാണ്. ഒരു ഇടയ്ക്കിടയ്ക്ക് ദിവസത്തിൽ പല നേരമായിട്ട്
ഓരോ നുള്ളു വീതം ഇടയ്ക്കിടയ്ക്ക് ഈ ഹരിദ്രാകാണ്ഡമൊക്കെ കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ വ്യോഷാദി വടകം എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അതുമൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു സ്പൂൺ വെച്ച് 2 നേരം വെച്ചിട്ട് ഒരു 1-2 മാസമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ ഈ അലർജിയുടെ പ്രശ്നമൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ അതിന് യോജിച്ച രീതിയിലുള്ള കഷായങ്ങളും അല്ലെങ്കിൽ ശ്വാസാനന്ദ ഗുളികയോ അങ്ങനെ എന്ത് കണ്ടീഷനാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചൊരു 1-2 മാസമൊക്കെ കണ്ടിന്യൂസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഈ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ മുറിയിലൊക്കെ അധികം ഹ്യൂമിഡിറ്റി ഇല്ലാതിരിക്കുക, അതായത് ഒരുപാട് തണുപ്പ് മുറിയിൽ ഇല്ലാതിരിക്കുക, അതുപോലെ നനവ് ഒരുപാട് ഇല്ലാതിരിക്കുക, കുളിക്കുന്ന സമയത്തിലായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കുളിച്ചതിന് ശേഷം കുറച്ച് രാസ്നാദി പൊടി ഇട്ട് കൊടുക്കുക, നല്ല തരത്തിലുള്ള എണ്ണകൾ തന്നെ തേച്ച് കുളിപ്പിക്കുക. ഇവയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുകാലത്തായാലും ഏത് കാലത്തായാലും നമുക്ക് ഈ അലർജിയുടെ പ്രശ്നങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. കാര്യം നമ്മൾ ഈ അലർജിയുടെ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം ഒരുപാട് കുട്ടികൾക്ക് ഈ അലർജിയുടെ പ്രശ്നമായിട്ടുള്ള മൂക്കടപ്പും തുമ്മലും ഒക്കെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതിരുന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ആസ്മയായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് വരുന്നൊരു ശ്വാസമുട്ടായിട്ട് പിന്നീട് അത് മാറും. അതുകൊണ്ട് തന്നെ അലർജി പ്രശ്നങ്ങൾ തുടങ്ങുമ്പം തന്നെ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് അതിന് യോജിച്ച രീതിയിലുള്ള ആയുർവേദ മരുന്നുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ മുതിർന്നവരായാലും ശരി, കൊച്ചുകുട്ടികളായാലും ശരി, അതിന് യോജിച്ച രീതിയിലുള്ള മരുന്നുകളും തലയിൽ തേക്കുന്ന എണ്ണയും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജി പ്രശ്നമൊക്കെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തായാലും ശരി, വീട്ടിലായാലും ശരി, എവിടെ ആയാലും നമുക്ക് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവയൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ സ്ഥിരമായിട്ടും മൂക്കടപ്പും അല്ലെങ്കിൽ തുമ്മലും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നസ്യ ചികിത്സയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അണുതൈലം ഉപയോഗിച്ചുള്ള നസ്യമൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 7-14 ദിവസം ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രതിമർശ നസ്യമായിട്ട് 2-3 തുള്ളിയൊക്കെ സ്ഥിരം ഒഴിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അവയൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിലും ഈ തുമ്മലിൻ്റെ പ്രശ്നവും മൂക്കളപ്പിൻ്റെ പ്രശ്നവും ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം തുമ്മലും മൂക്കടപ്പും ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മൂക്കിനകത്ത് എന്തെങ്കിലും പോളിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂക്കിൻ്റെ പാലത്തിന് വളവോ അല്ലെങ്കിൽ മൂക്കിനകത്ത് എന്തെങ്കിലും ദശ വളരുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ചെക്ക് ചെയ്യണം. കാര്യം അത് മാറ്റിയാൽ മാത്രമേ അവർക്ക് ഈ എപ്പോഴും ഉണ്ടാകുന്ന ഈ അലർജിയുടെ പ്രശ്നം മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പം അതിലൊക്കെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും ആയുർവേദ മരുന്നുകളും ഒക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ അലർജി പ്രശ്നങ്ങൾ നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. അതിന് നമ്മൾ നല്ല രീതിയിലുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ഫാറ്റി ഫുഡ്സും ഓയിലി ഫുഡ്സും ഒരുപാട് ഐസ്ക്രീം പോലത്തെ തണുത്ത ആഹാരങ്ങളും ചോക്ലേറ്റും പാലുൽപ്പന്നങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതചര്യയിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അലർജി പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്.